ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞങ്ങളൊരു 5 days ട്രിപ്പിന് പോവുകയാണ് ടു ക്യാൻസ്. നമ്മുടെ കുറച്ച് ഫ്രണ്ട്സും ഉണ്ട്. സോ വെൽക്കം ടു ഡേ 1. സോ ആദ്യം തന്നെ നമുക്ക് ഹീറ്റർ ഓണാക്കി സ്റ്റാർട്ട് ചെയ്യാം പാക്കിംഗ്. ഇവിടെ നല്ല തണുപ്പാണ്. നമ്മൾ പോകുന്ന സ്ഥലം ഫർദർ നോർത്ത് ഓഫ് ക്വീൻസ്ലൻഡ് ആണ്. അവിടെ അധികം തണുപ്പില്ല നമ്മൾ വെതർ നോക്കിയപ്പോഴത്തേക്കിനും. സോ നമ്മൾ ലൈറ്റ് വെയർ ക്ലോത്തിങ് ആണ് എടുക്കുന്നത്. ക്യാൻസിൽ യൂഷ്വലി ഹോട്ട് ആൻഡ് ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആണ് ത്രൂ ഔട്ട് ദ ഇയർ ഉള്ളത്. വെറ്റ് സീസൺ ആൻഡ് ഡ്രൈ സീസൺ, ഇങ്ങനെ 2 സീസൺസ് ആണ് അവിടെ മെയിൻലി ഉള്ളത്. സോ ഇപ്പം ഡ്രൈ സീസൺ ആണ്, മെയ് ടു ഒക്ടോബർ. ആൻഡ് വെറ്റ് സീസൺ യൂഷ്വലി നവംബർ ടു ഏപ്രിൽ ആണ്. സോ ആ ടൈമിലാണ് സൈക്ലോൺസ്, റെയിൻഫോൾ, ഫ്ലഡ്സ് അങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. സോ ദ ബെസ്റ്റ് ടൈം ടു വിസിറ്റ് ക്യാൻസ് ഒരു ജൂലൈ ഓഗസ്റ്റ് ആ ഒരു ടൈമിലായിരിക്കും. സോ ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് പാക്ക് ചെയ്യുവാണ്. നമുക്ക് നാളെ രാവിലെയാണ് ഫ്ലൈറ്റ് ഉള്ളത്. നമ്മളിപ്പം ട്വീഡ് ഹെഡ്സിലായതുകൊണ്ട് ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ബ്രിസ്ബൻ എയർപോർട്ടിലോട്ട്. അവിടുന്ന് പിന്നെ ഓൾമോസ്റ്റ് 2.5 hours ആണ് ഫ്ലൈറ്റ് ട്രാവൽ ടൈം. സോ ഇപ്പം നെക്സ്റ്റ് ഡേ രാവിലെ ആയിട്ടുണ്ട്. നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട്സ് കെവിനും നേഹയായിട്ടാണ് ഇപ്പം പോകുന്നത്. നമ്മളിപ്പോൾ ഒരു ഊബർ പിടിച്ച് നേരെ എയർപോർട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ ഈ ട്രിപ്പിന് 2 ഫ്രണ്ട്സും കൂടെ ഉണ്ട്, നെവൻ ആൻഡ് ലിയാൻ. സോ അവർ നേരെ എയർപോർട്ടിലോട്ട് വരുമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ 6 പേരും കൂടെ ഒരുമിച്ച് പോകാനാണ്. നമ്മൾ പിന്നെ എത്തിയത് ഓൺ ടൈം തന്നെയായിരുന്നു. പിന്നെ അധികം തിരക്കുമില്ലായിരുന്നു എയർപോർട്ടിൽ. സോ നമുക്ക് കുറച്ച് ബാഗേജസ് ഉണ്ട്, അതെല്ലാം ചെക്ക് ഇൻ ചെയ്ത് ഡ്രോപ്പ് ഓഫ് ചെയ്തു. നമ്മൾ പിന്നെ ഗേറ്റിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും പെട്ടെന്ന് ജസ്റ്റ് ലൈറ്റായിട്ടൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ക്യാൻസ് മെയിൻലി അറിയപ്പെടുന്നത് ഓസ്ട്രേലിയാസ് ഗ്രേറ്റ് ബാരിയർ റീഫും പിന്നെ വേൾഡ്സ് ഓൾഡസ്റ്റ് ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഉള്ള ഒരു സ്ഥലവും കൂടെയാണ്. സോ യൂഷ്വലി ഫ്രം ജൂലൈ ടു ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ ടൈമിൽ ടൂറിസം ഉണ്ടാവും. മെയിൻലി ഇൻ്റർനാഷണൽ ആൻഡ് ഡൊമസ്റ്റിക്കിൽ നിന്നും ആൾക്കാർ വന്ന് വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടെയാണ്. സോ അങ്ങനെ ഞങ്ങളെല്ലാവരും ഫ്ലൈറ്റ് ബോർഡ് ചെയ്തു. ഇനിയിപ്പം ഞങ്ങൾ ഒരു 2.5 മണിക്കൂറോളം ഉണ്ട് ട്രാവൽ. സോ ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴത്തേക്കിനും ക്യാൻസിൽ എത്തുന്നതായിരിക്കും. സോ അങ്ങനെ നമ്മൾ ഫൈനലി ക്യാൻസിലെത്തേക്കാണ്. സോ ക്യാൻസിൻ്റെ ഒരു മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത് നമ്മൾ ഇറങ്ങി ലാൻഡ് ചെയ്യുമ്പോഴേ മൗണ്ടൻ റീജൻസ് ആണ് നമ്മൾ കാണുന്നത്. സോ നമ്മുടെ ചുറ്റിനും മൗണ്ടൻസ് ആണുള്ളത്. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പിന്നീട് പറയാം. ഇനി നമ്മൾ നേരെ ബാഗേജസ് കളക്ട് ചെയ്യാനായിട്ടാണ് പോകുന്നത്. ക്യാൻസ് ഞങ്ങൾ 2 വർഷം മുന്നേ വിസിറ്റ് ചെയ്തിട്ടുള്ളതാണ്. സോ കമ്പയർഡ് ടു ദാറ്റ് ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പം 3-4 ഫ്ലൈറ്റ് ഒരുമിച്ചാണ് ലാൻഡ് ചെയ്തത്. സോ ബാഗേജസ് കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ബാഗ്സ് കിട്ടിക്കഴിഞ്ഞ ഉടനെ ഞങ്ങൾ കാർ ഹയർ സെക്ഷനിലാണ് പോയത്. ഞങ്ങൾ നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചതായിരുന്നു. സോ നമുക്കിനി അടുത്തൊരു 3-4 ദിവസത്തേക്കിനുള്ള കാറാണ് നമ്മൾ ബുക്ക് ചെയ്തത്. സോ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മൗണ്ടൻ റേഞ്ചസ്. സോ ക്യാൻസിന് ചുറ്റുമുള്ള ഒരു മൗണ്ടൻ റേഞ്ചാണിത്. ഇതിൻ്റെ പേര് ഗ്രേറ്റ് ഡിവൈഡിങ് റേഞ്ച് എന്നാണ്. സോ ഇതിൻ്റെ വേറൊരു പേര് വെറ്റ് ട്രോപ്പിക്സ് ഓഫ് ക്വീൻസ്ലൻഡ് എന്നാണ്. വേൾഡിലെ ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ട്രോപ്പിക്കൽ റെയിൻ ഫോറസ്റ്റ് ഇതാണ്. സോ ഇപ്പോൾ ഏകദേശം ലഞ്ച് ടൈം ആയിട്ടുണ്ട്. സോ നമ്മൾ ഹോട്ടലിലോട്ട് പോകുന്നതിന് മുമ്പ് ലഞ്ച് കഴിച്ചിട്ട് പോകാം എന്നുള്ളൊരു പ്ലാനിലാണ്. നമ്മളിപ്പം ക്യാൻസ് സിറ്റിയിലാണുള്ളത്. സോ ഇവിടെ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് നേരെ ചെക്ക് ഇൻ ചെയ്യാം ഹോട്ടലിൽ.
സോ ഇപ്പോൾ നമ്മൾ ലഞ്ചെല്ലാം കഴിഞ്ഞ് ഇപ്പം നമ്മൾ നേരെ ഹോട്ടലിലോട്ട് പോവുകയാണ് ചെക്കിങ്ങിന്. സോ ഇതാണ് നമ്മുടെ ഹോം ഫോർ നെക്സ്റ്റ് 5 days. ഈ റിസോർട്ട് സിറ്റിയിൽ നിന്ന് വലിയ ദൂരമില്ല, ഏകദേശം ഒരു 5 to 7 minutes ഉള്ളൂ. നമുക്കപ്പം എല്ലാം കൊണ്ടും സൗകര്യമായിരുന്നു ഈ റിസോർട്ട്. സോ ഇതിപ്പം നമ്മളിവിടെ എത്തിയപ്പം തന്നെ ഏകദേശം 2-2:30 നമ്മൾ അധികം ആക്ടിവിറ്റീസ് ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല. യൂഷ്വലി ഇവിടെ ആക്ടിവിറ്റീസൊക്കെ എപ്പോഴും രാവിലെ ഉച്ചയ്ക്കൊക്കെ ആയിട്ടാണ്. സോ ഞങ്ങളിപ്പം റൂംസിലൊക്കെ ചെക്ക് ഇൻ ചെയ്തു. ഇനിയിപ്പം ഞങ്ങൾ കുറച്ചൊന്ന് റെസ്റ്റ് എടുത്ത് ഒന്ന് ഫ്രഷ്നപ്പ് ആയിട്ട് മെയിൻലി ഇന്ന് കുറച്ച് ഡ്രൈവിന് പോകാമെന്നാണ് പ്ലാൻ. ജസ്റ്റ് ക്യാൻസ് സിറ്റിയും പിന്നെ പോർട്ട് ഡഗ്ലസ് ഇവിടെ അടുത്തുള്ളൊരു വ്യൂ പോയിൻറ്റും ഉണ്ട്. സോ അവിടെയെല്ലാം ഒന്ന് പോയി കറങ്ങാം എന്നുള്ളൊരു പ്ലാനാണെന്ന്. അങ്ങനെ നമ്മൾ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ട് ചെയ്തേക്കുവാണ്. ക്യാൻസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ട്രോപ്പിക്കൽ ക്ലൈമറ്റ് ആയതുകൊണ്ട് ഇവിടുത്തെ മെയിൻ വെജിറ്റേഷൻ ഷുഗർ കെയിൻ, പിന്നെ കുറേ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ കുറേ കോക്കനട്ട് ട്രീസും ഉണ്ട്. ഏകദേശം നമ്മുടെ നാട്ടിലൊക്കെ ഒരു ക്ലൈമറ്റാണ്, അത്യാവശ്യം ഹ്യൂമിഡുമാണ്. ബട്ട് ഇപ്പം നമ്മൾ ഈ ഒരു ടൈമിൽ വന്നുകൊണ്ട് ഒത്തിരി ഹ്യൂമിഡിറ്റി ഇല്ലായിരുന്നു, ചെറിയൊരു നൈസ് പ്ലസൻറ്റ് ക്ലൈമറ്റ് ആയിരുന്നു ഇപ്രാവശ്യം. ശരിക്കും നമ്മൾ നാട്ടിലോട്ടൊക്കെ പോകുന്ന ഒരു ഹൈ റേഞ്ചിലൊക്കെ പോകുന്ന ഒരു വൈബായിരുന്നു. സോ നമ്മുടെ ഫസ്റ്റ് സ്റ്റോപ്പ് പാം കർവ് ബീച്ചിലാണ്. സോ ഇതറിയപ്പെടുന്നത് ഓസ്ട്രേലിയാസ് ക്ലീനസ്റ്റ് ബീച്ച് എന്ന് പറഞ്ഞിട്ടാണ്. നല്ല വൈറ്റ് സാൻഡാണുള്ളത് ആൻഡ് കോക്കനട്ട് ട്രീസ് ആണ് ചുറ്റുമുള്ളത്. നമ്മളിപ്പോൾ പോകുന്നത് പാം കർവ് ജെട്ടിയിലോട്ടാണ്. സോ അവിടെയാണ് യൂഷ്വലി എല്ലാവരും ഫിഷിങ്ങിനൊക്കെ നിൽക്കുന്ന സ്ഥലം. സോ നമുക്ക് അങ്ങോട്ടേക്ക് നടന്നു പോകാം. നല്ലൊരു പാനറോമിക് വ്യൂ ആണ് നമ്മളിവിടെ നിന്ന് നോക്കുമ്പം. സോ നമ്മളിപ്പം ഈ കാണുന്നത് ഡബിൾ ഐലൻഡ് എന്ന് പറഞ്ഞിട്ടൊരു പ്രൈവറ്റ് ഐലൻഡാണ്. അതിൻ്റെ അടുത്തുള്ള ചെറിയൊരു ഐലൻഡ് കാണുന്നതാണ് ഹേക്കോക്ക് ഐലൻഡ് എന്ന് പറഞ്ഞിട്ട്. സോ അതിനെ ഹാറ്റ് ഐലൻഡ് എന്നും പറയും, ഒരു ഹാറ്റ് ഷേപ്പ് ഉള്ളതുകൊണ്ട്. സോ ഞങ്ങളിന്ന് വന്ന സമയത്ത് അത്യാവശ്യം ആൾക്കാർ ഫിഷിങ്ങിന് ഉണ്ടായിരുന്നു. പിന്നെ സീ ഇച്ചിരി റഫായിരുന്നു, കുറച്ച് വിൻഡി ആയിരുന്നു ഇന്ന് വന്നപ്പം. ഇവിടെ ഞങ്ങൾ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തായിരുന്നു. നമുക്ക് ഈ വ്യൂ ഇങ്ങനെ നോക്കി നിൽക്കുമ്പം ടൈം പോകുന്നതേ അറിയത്തില്ലായിരുന്നു. ഇനിയിപ്പോൾ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലോട്ട് പോവുകയാണ്. ഞങ്ങൾ പോർട്ട് ഡഗ്ലസിലോട്ടാണ് പോകുന്നത്. സോ അങ്ങോട്ട് പോകുന്ന വഴിക്ക് ഒരു ലുക്ക് ഔട്ടും ഉണ്ട്, റെക്സ് ലുക്ക് ഔട്ട് എന്ന് പറഞ്ഞിട്ട്. സോ നമുക്കിനി റെക്സ് ലുക്ക് ഔട്ട് ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. പോർട്ട് ഡഗ്ലസിലോട്ടുള്ള ഡ്രൈവ് അത്യാവശ്യം നല്ലൊരു ഡ്രൈവായിരുന്നു. നമുക്ക് കോറൽ സീ വ്യൂവിൻ്റെ ഒരു ഡ്രൈവാണ് വന്നത്. റെക്സ് ലുക്ക് ഔട്ടിൽ നിന്ന് നമ്മൾ നോക്കിയാൽ ഏകദേശം 180 വ്യൂ ആണ് കോറൽ സീൻ്റെ വരുന്നത്. സോ നമുക്ക് ഗ്രേറ്റ് ബാരിയർ റീഫിൻ്റെ ഒരു വേറൊരു വ്യൂ ആണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. സോ ഞങ്ങൾ വന്നപ്പം അത്യാവശ്യം ആൾക്കാർ ഇവിടെ ഉണ്ടായിരുന്നു ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട്. ഇവിടെ ഒരു 10-15 മിനിറ്റ്സ് നമ്മൾ നിന്നിട്ട് നമ്മുടെ ഡ്രൈവ് കണ്ടിന്യൂ ചെയ്തു. സോ ക്യാൻസിൽ വന്നാൽ പോർട്ട് ഡഗ്ലസ് കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഞങ്ങളിവിടെ ജസ്റ്റ് ഡ്രൈവിനെ വന്നുള്ളൂ, നമുക്കധികം ടൈം ഇല്ല സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ പോർട്ട് ഡഗ്ലസിൻ്റെ മെയിൻ ഒരു പ്രത്യേകത ഇവിടെ 2 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ഏരിയാസ് ഉള്ളതാണ്. സോ ഗ്രേറ്റ് ബാരിയർ റീഫിനോട്ടുള്ള ആക്സസ്സും ഉണ്ട്,
ഡെയിൻട്രി റെയിൻ ഫോറസ്റ്റിലോട്ടുള്ള ആക്സസുമുണ്ട്. പിന്നെ ഇവിടെ മെയിൻ ഡൈവിങ് സ്പോട്ട്സ് നമുക്ക് കുറച്ചും കൂടെ അടുത്തുള്ളത് പോർട്ട് ഡഗ്ലസിൽ നിന്നാണ് ക്യാൻസ് വെച്ച് നോക്കുമ്പോൾ. പിന്നെ ഇവിടെ പറയപ്പെടുന്നത് ഔട്ടർ ഗ്രേറ്റ് ബാരിയർ റീഫ് ഇവിടെ അടുത്തായതുകൊണ്ട് ഏറ്റവും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കോറൽ റിബൺസ് ഇവിടെയാണ് കാണുന്നത്. സോ ഇവിടെ വ്യൂ പോയിൻറ്റിലൊക്കെ വന്ന് നമ്മളിനി കോൾസിലോട്ടൊന്ന് കയറുവാണ്. കുറച്ച് ഷോപ്പിംഗ് ചെയ്യണം. അത്യാവശ്യം സാധനങ്ങൾ നമുക്ക് നെക്സ്റ്റ് കുറച്ച് ദിവസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ മേടിക്കുവാണ്. ഞങ്ങൾ സാധനങ്ങളെല്ലാം ഇവിടെ പോർട്ട് ഡഗ്ലസിൽ നിന്ന് തന്നെയാണ് മേടിക്കുന്നത്. കാരണം ഇവിടെ നിന്ന് ക്യാൻസിലേക്ക് ഏകദേശം 1 hour ഡ്രൈവ് ഉണ്ട്. സോ 9 മണിയാകുമ്പം കടകളെല്ലാം അടയ്ക്കും. ഞങ്ങളിനി തിരിച്ചെത്തുമ്പോൾ അത്യാവശ്യം ലേറ്റും ആവും. സോ സാധനങ്ങളെല്ലാം മേടിച്ചപ്പോൾ ഞങ്ങൾ തിരിച്ചു പോവാം. പോകുന്ന വഴി ഞങ്ങൾ പെട്ടെന്നൊന്ന് ഹംഗ്രി ജാക്സിൽ കയറി കുറച്ച് ഡിന്നറും കൂടെ എല്ലാവരും കഴിച്ചു. അങ്ങനെ ഇപ്പം നമ്മുടെ ഡേ 1 ഇവിടെ കഴിഞ്ഞിരിക്കുവാണ്. സോ നാളെ തൊട്ട് നമ്മൾ കുറേ ആക്ടിവിറ്റീസൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വ്ളോഗ് ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.